ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും അഗ്രി സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊടൈക്കനാലിൽ തന്നെയാണുള്ളത്. അടുത്ത എപ്പിസോഡിലാണ്. ഇപ്പോൾ നമ്മൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളൊരു കാര്യം കണ്ടതെന്ന് വെച്ചാൽ ലേക്കിൽ ഓൾറെഡി ബോട്ടിംഗ് ഉണ്ട്. അത് നമ്മൾ കണക്കാക്കിയാണ് വന്നത്. ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. സൈക്കിൾ റെൻറ്റ് ചോദിച്ചപ്പോൾ തന്നെ 2 പേര് ചവിട്ടുന്ന സൈക്കിളുണ്ട്. അതായത് 2 സീറ്റ് ഉണ്ടാവും സെപ്പറേറ്റ്. പിന്നെ ഒരു കുഞ്ഞിനെ, ഒരു 5 വയസ്സിനകത്തുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് അവരതിനകത്തൊരു ക്ലിപ്പ് പോലത്തെ ഒരു സീറ്റ് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയുള്ള സൈക്കിളിന് 1 മണിക്കൂർ അല്ല അരമണിക്കൂറത്തേക്ക് 150 രൂപയും, സിംഗിൾ സീറ്റുള്ള ഒരാൾ ചവിട്ടുന്ന സൈക്കിളിന് 100 രൂപയാണ്. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ ചേർന്ന് ഡബിൾ സൈക്കിൾ എടുക്കാനുള്ള ഒരു രസം. അപ്പോൾ നമ്മളത് അതെടുത്ത് ഒരു റൗണ്ട് കറങ്ങിയിട്ട് ബോട്ടിങ്ങിന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ സൈക്കിള് കാണുന്നത് ഇവിടെ എല്ലായിടത്തും സൈക്കിളുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ തന്നെ സൈക്കിൾ റെൻറ്റ് കൊടുക്കുന്ന, ഇതിന് ഈ ലേക്കിന് ചുറ്റുമുണ്ട് സൈക്കിൾ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ലേക്കിന് ചുറ്റും ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അത്രയും ചുറ്റി വരാൻ അരമണിക്കൂർ കൊണ്ട് അത്രയൊന്നും എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ മാക്സിമം നോക്കും, ട്രൈ ചെയ്യും. ബാക്കിയെല്ലാം തുടർന്ന് വീഡിയോയിലൂടെ കാണാം. ചേട്ടാ പോവാം, നമുക്ക് സൈക്കിൾ റെൻ്റ് എടുത്ത് പോവാം. ഓക്കെ. വേണ്ട, പുറകിൽ നോക്കിയാൽ പുറകിൽ നോക്കണം. ബ്രേക്കല്ല, അതുണ്ട മഡ് ഗാർഡിൻ്റെ ഇത് കണ്ട. നീ ഇറങ്ങിയാൻ നടന്നു അപ്പോഴത്തെ സൗണ്ട് പറഞ്ഞിട്ട് നീ ഇറങ്ങിയുണ്ട്. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വളച്ച് വെച്ചത് അങ്ങനെ മതി. ഹായ് சொல்லுங்க. ഹായ് സുനന്ദ. ദീപശിക കൊണ്ട് കുറെ നേരമായി. ചവിട്ടിക്കും. ചവിട്ട്. ഇത് എത്ര അരമണിക്കൂർ തന്നെ? അല്ല, റേറ്റ് എത്രയായിരിക്കും? 500, 50. വേറെ സൈക്കിൾ ചവിട്ടല്ല. போட்டிங் போறவங்களுக்கு நின்றுட்டு இருக்காங்க. டிக்கெட் எடுத்துட்டு வாங்க. സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബോട്ടിങ്ങിന് പോകാനുള്ള സ്ഥലത്തെത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ പെഡൽ ബോട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 2 പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് പെഡൽ ബോട്ടിൽ കുട്ടികളെ എന്തായാലും കയറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 6 സീറ്റർ എടുത്തു. 6 സീറ്ററിൽ 1000 രൂപയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതിൽ 500 രൂപ തിരിച്ച് വരുമ്പോൾ റീഫണ്ടാണ്.
ചുരുക്കി പറഞ്ഞാൽ 6 സീറ്റർ എടുത്തു കഴിഞ്ഞാൽ 500 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കയറിപ്പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ്. കൊണ്ടേ നമ്മൾ ഊട്ടി കയറിയൊരു എക്സ്പീരിയൻസ് ഇല്ല നിനക്ക്? ഊട്ടിയിൽ പക്ഷേ ഇതിനൊക്കെ വലിയ ഒരു ഇതായിരുന്നു അല്ലേ, വലിയ ഒരു ഏരിയ ആയിരുന്നു കയറാനായിട്ട്. എന്തായാലും 6 സീറ്റർ ബോട്ട് വന്നു. അവനെ വിട്ടിട്ട് നീ കയറാതെ. ബോട്ടിങ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലവും കൂടെ സെറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇവിടെ കൊടൈക്കനാലിൽ എല്ലാ പ്ലേസും ബോട്ടിങ് ഒഴികെ എല്ലാ പ്ലേസും 4 മണിക്ക് ക്ലോസ് ആവും. 4 മണിക്ക് മുമ്പ് എൻട്രി ചെയ്താലും 4 മണിക്കകത്ത് ഗുണക്കേവായാലും ആ ഏരിയയിൽ നിന്ന് പുറത്ത് വരണം. അപ്പോൾ ഗുണക്കേവിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. രാവിലെ 8 മണിക്കാണ് ഓപ്പണിങ്. അപ്പോൾ നാളെ രാവിലെ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് ഏകദേശം തിരിച്ചെത്താറായിട്ടുണ്ട്. തിരിച്ചെത്തിയിട്ട് എന്താണ് ഇപ്പം നമ്മൾ കയറിയ ആ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ച് പുറത്തിറങ്ങിയിട്ടാണ് ഇനി പ്ലാൻ എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അഭിപ്രായം പറ. എങ്ങനെയുണ്ട്? ക്യാഷ് എങ്ങനെയുണ്ട്? ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അതോ കൊള്ളാമോ? ഇഷ്ടു കൊള്ളാമോ? ഇഷ്ടു കൊള്ളാമോ? അടിപൊളിയാണോ? കൊള്ളാമോ? താര് ലേക്ക് വിസിറ്റും പിന്നെ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടി, സൈക്ലിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ഈ ഇവിടെ എല്ലാം ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം 4 മണി വരേക്ക് ക്ലോസ് ചെയ്യും. പക്ഷേ അത് നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ബോട്ടിങ്ങിന് ഗുണക്കേവ് അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നാൽ മതിയായിരുന്നു. ബോട്ടിങ് 6 മണി വരെ ഉണ്ട്. അപ്പോൾ വരുന്നവരത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോട്ടിങ് ഒഴികെ ബാക്കിയെല്ലാം 4 മണി വരെ ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങിന് 4 മണിക്ക് ശേഷം വന്നാലും പ്രശ്നമില്ല. അതുവരെ നമ്മൾ ബാക്കിയുള്ള എല്ലായിടത്തും കറങ്ങിയിട്ട് വരിക. അതുകൊണ്ട് ബോട്ടിങ്ങിന് കയറി, അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ വരുന്നവർ ആ ടൈം ഒന്ന് കറക്റ്റ് മാനേജ് ചെയ്ത് വരാൻ നോക്കുക. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി ടൈം വേസ്റ്റാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നാളെയാണ് ഇനിയുള്ള യാത്രകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ.